ഇസ്ലാമാബാദിൽ വെച്ച് ഒരു പക്ഷേ ഒപ്പിടാൻ നേരിട്ട് ട്രംപ് പോകുമെന്നാണ് അറിയുന്നത്. പക്ഷേ അതിന് ഇറാൻ്റെ ഭാഗത്തുനിന്ന് മറുപടി ഇല്ലല്ലോ. മുന്നോട്ട് വെക്കുന്ന വാദങ്ങൾ വിചിത്രമാണ്. ഇറാൻ ഒരിക്കലും സമ്മതിക്കാതെ, ഒന്ന് യുറേനിയം പൂർണ്ണമായും കൈമാറുമെന്ന് പറയുന്നു, ഹോർമുസ് പൂർണ്ണമായും തുറക്കുമെന്ന് പറയുന്നു, ഒപ്പം ഭാവിയിലും യുറേനിയൻ പദ്ധതികളുമായി മുന്നോട്ട് പോകരുത് എന്ന് ഇറാനോട് ആവശ്യപ്പെടും, അതവർ സമ്മതിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷേ ഇതിനൊന്നും ഒരു തരത്തിലുമുള്ള മറുപടി ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ ട്രംപ് നേരത്തെ പറഞ്ഞ ഏകപക്ഷീയമായ ചില അഭിപ്രായ പ്രകടനങ്ങളുടെ ഭാഗമായി മാത്രം ഇതിനെ കണ്ടാൽ മതി എന്നാണോ? ഇതിന് പല സാധ്യതകളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്കറിയാം, പാകിസ്ഥാന്റെ ഫീൽഡ് മാർഷൽ ആയിട്ടുള്ള അസീം മുനീർ ഇറാനിലെത്തിയിരുന്നു. അപ്പോൾ അസീം മുനീറിനോട് ഇറാൻ ചില ഉപാധികൾ മുന്നോട്ട് വെച്ചതായിട്ടാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും അമേരിക്കയുടെ ഒരു ദൂതനായിട്ടാണ് അസീം മുനീർ പാകിസ്ഥാനിൽ എത്തിയത്. അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ചില സന്ദേശങ്ങൾ ഇറാന് നൽകാനും അതുപോലെ തന്നെ ഇറാന്റെ ഉപാധികൾ അമേരിക്കയെ അറിയിക്കാനും അസീം മുനീർ തീർച്ചയായിട്ടും ഒരു ലക്ഷ്യം വെച്ചിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് തന്നെ ഇറാൻ അസീം മുനീറിനോട് ചില നിർദ്ദേശങ്ങൾ വെച്ചിരുന്നു. പ്രധാനമായിട്ടും 2 നിർദ്ദേശങ്ങളാണ് ഇറാൻ മുന്നോട്ട് വെച്ചത്. അതിൽ 2 ഉപാധികൾ എന്ന് പറയുന്നത്, ഒന്ന് ഈ പറയുന്ന ഈ ഹോർമുസിന്റെ വിഷയം തന്നെയാണ്. അമേരിക്ക ഹോർമുസ് കടലിടുക്കിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ള ഉപരോധം അത് പൂർണ്ണമായി അവസാനിപ്പിച്ച് ഹോർമുസ് കടലിടുക്ക് തുറക്കണം എന്നതാണ് ഒന്നാമത്തെ ഉപാധി. രണ്ടാമത്തെ ഉപാധി എന്ന് പറയുന്നത്, ഈ ചർച്ചകൾക്കായി ഇസ്ലാമാബാദിൽ എത്തുന്ന സംഘത്തിന് സ്വയം തീരുമാനമെടുക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കണം എന്നതാണ് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു ഉപാധി.